ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ വെക്കേഷൻ ടൈമിൽ ഒരു ടൂർ പോയിരുന്നു. ആ ടൂറ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ലുലു മാളിലേക്ക് കയറിയിരുന്നു. അച്ഛൻ്റെ ക്ലബിൻ്റെ ഇതിലാണ് നമ്മൾ ടൂർ പോയിരുന്നത്. ടൂർ പോയപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാർ പാർക്കിംഗ് ഏരിയയിലാണ്. നമുക്കത് പറയുമ്പോൾ ഇപ്പോൾ തെറ്റിപ്പോകും. ഇനി നമ്മൾ ലുലു മാളിലെ എൻട്രൻസിലേക്ക് കയറാൻ പോയാണ്. പിന്നെ രാവിലെ പുട്ടു വന്നുകൊണ്ട് ഞാൻ കുറേ തള്ളുന്നുണ്ട്. ഇതെൻ്റെ മാളാണ്, എൻ്റെ ഇതാണ്, അങ്ങനെ ഇങ്ങനെ കുറേ ഞാൻ തള്ളുന്നുണ്ട്. ഇനി ലുലു മാളിലെ ഉള്ളിലത്തെ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. നമ്മൾ വരുമ്പോഴേക്ക് രാത്രി ഒരു 9 മണിയായിട്ടുണ്ട്. എന്നാലും ലുലു മാൾ അമ്മാതി തിരക്കാം. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. കടന്നിരിക്കുന്നു ഗൈസ്. എൻ്റെ അനിയത്തിയാണ് മുമ്പ് പോകുന്നത്. മാളിൽ നിന്ന് വെച്ചാൽ വലിയ മാളാണ്. നമ്മുടെ മറ്റേ ഇതിലെല്ലാം കയറിയിരുന്നു. പ്ലേ ഏരിയ അതിലെല്ലാം കയറിയിരുന്നു. അത് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാം വരും. ഞാനും പറഞ്ഞില്ല, ഞാൻ രാവിലെ പുട്ടാ തിന്നുന്നതിന് വീട് എന്തെല്ലാം തള്ളി മറിച്ചിന്. എന്നാലും അതെനിക്ക് ഓർമ്മയില്ല. കാരണം 2-3 മാസം മുമ്പേ എടുത്തു വെച്ച സംഭവമാണ്. എനിക്ക് ഓർമ്മയില്ല. കൈസ്, അവിടുത്തെ ലൈറ്റ് എഫക്റ്റ് കണ്ട അടിപൊളി നൈസ് സാധനമാണ്. ഞാൻ നടന്നു പോകുന്നതിലുണ്ട് എന്നാൽ തന്നെ എനിക്കറിയില്ല. ഇവിടെ ഫുള്ള് സെറ്റാണ്, മരയെല്ലാം ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ കുറേ ഷോപ്പുകളുണ്ട്. ഓപ്പൺ ഷോപ്പുകളാണ് എല്ലാം. ഓരോ ബ്രാൻഡ് ഐറ്റംസ് എല്ലാം നമ്മൾ കയറി നോക്കി പർച്ചേസ് ചെയ്തിട്ടില്ല, അത്ര മാത്രം. ഹലോ ഗൈസ്, ഞാൻ പ്ലേ ഏരിയ കണ്ടുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അമ്മേനോട് പറഞ്ഞതാണ്. അതുകൊണ്ട് തുള്ളിച്ചാട്ടം കണ്ട് നിനക്ക് സന്തോഷം വന്നുകൊണ്ട് ചാടുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേ ഏരിയ. നിങ്ങൾ കണ്ട ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് പോകുന്നത്. അകത്തുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പം കാണുന്നത്. ഇതാണ് പ്ലേ ഏരിയ. ഫസ്റ്റ് ഞാൻ അതുമാണ് ഇതെല്ലാം വേണം നിർത്തി കയറണമെന്ന് പറഞ്ഞിന്. പക്ഷെ ഒന്നിലും കയറിയിട്ടില്ല. അവർക്കറിയല്ല ഞാനാ കയറിയേ. ഗൈസ്, എന്നിട്ട് ഞാൻ കാർ ഡ്രൈവിംഗ് ഏറ്റവും കയറി. എന്നിട്ട് ഞാൻ എന്താ തോറ്റു ഗൈസ്. ഇനി എൻ്റെ കൈവുകളാണ് കാണാൻ പോകുന്നത്. ഗൈസ്, എൻ്റെ ഏട്ടനെ കണ്ടോ നിങ്ങൾ? ഒരു വലിയൊരു സാധനത്ത് കയറാൻ പോകുന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ ഷൂ എല്ലാം എടുക്കുന്നത്? വേറെ ഹെൽമെറ്റ് എല്ലാം കൊടുക്കും ഗൈസ്. ഹെൽമെറ്റ് കൊടുത്തിട്ട് ഏട്ടൻ കയറി സാധനം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നെട്ടു. ഇതാണ് ഈ സാധനം. അതിൽ കയറിയിട്ട് എൻ്റെ ഏട്ടൻ ഒട്ടും വീണിട്ടില്ല. അത് വീഴുന്നതല്ല, ഇറങ്ങുന്ന ഒരു സീനുണ്ട്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ചിരിച്ചു മരിക്കും. ചിരിച്ചു മരിക്കും. ഞാൻ ചിരിച്ചു മരിച്ചു ഗൈസ്. നിങ്ങൾ ഇവളാണെ കരിയേനു അവർക്കറിയോ ഗൈസ്? ഞാൻ കരിയും. ഞാൻ ഒറ്റ കയറി പോകുന്നുണ്ട്. എനിക്ക് പറ്റുമില്ല. ഞാൻ ചെറുതാണെങ്കിൽ ഇങ്ങനെ കയറിക്കോളൂന്. ചെറിയ സാധനമാണെങ്കിൽ ഭയങ്കര പക്ഷേ ഇത് വെള്ള ഞാൻ തുള്ളി അയ്യോ ഇതുണ്ടാ മാങ്ങേനപ്പോ അതെനിക്ക് അറിയില്ലേ. ചോറ് പറഞ്ഞാൽ അങ്ങനെയല്ല തുള്ളണ്ട്, ചവിട്ടിയിട്ടാ തുള്ളണ്ട്. മാങ്ങ വീഴുന്ന പോലെ വീണ്. ഇത് നോക്കൂ, ഇത് സീന്. ഇതൊരു എന്തല്ലോ പടി പോലത്തെ എന്തോ സാധനമാണ്. അത് ഏട്ടൻ കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഫിനിഷ് ലൈനിൽ കയറി എത്താൻ വേണ്ടി ബട്ടൺ പ്രസ് ചെയ്ത് താഴെ. അതാണ് വിഷയം. ചേട്ടൻ എങ്ങനെയല്ലോ കയറിയിട്ടുണ്ട്, എങ്ങനെയല്ലോ കയറുന്നുണ്ട്. അതില്ല, ഊരിപ്പോ വിചാരിച്ച പോലൊന്നും കയറാൻ പറ്റും. അത് ഊരിപ്പോന്നുണ്ട്. ഷൂനാണ് ഗ്രിപ്പും ഇല്ല അവർക്ക്. ഷൂ ആണെങ്കിൽ ഗ്ലിറ്റും ഇല്ല, ഒന്നുമില്ല. നല്ലതാ. എന്താ ഇങ്ങനത്തെ കുറ്റാണ്. സീനല്ലേ ഇങ്ങനെ തുള്ളാൻ പറഞ്ഞിട്ട് എങ്ങനെ തുള്ളുന്ന അങ്ങനെ തന്നെ തുള്ളാൻ പറഞ്ഞേ. അത് ചെരിഞ്ഞ് നിന്നിട്ട് വീൽസ് ഇങ്ങനെ കറങ്ങും. അത് ഭയങ്കര ടഫാ.
അത് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ കയറിയത്. ഗൈസ് ഐ ഫീൽസ് എന്റെ ഏട്ട് തോൽവി സമ്മതിക്കാണ്ട് പോന്ന കണ്ടില്ലേ നിങ്ങള്? ഇതെന്തൊരു കഷ്ടാണ്. ഞാൻ വേറെ ഏതോ കയറാൻ പോകുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ അതിൽ കയറണ്ട ഇതിൽ കയറിക്കോൻ. ഞാനിങ്ങനെ അമ്മ ഒരു ടഫാണ്. ഇതിൽ എവിടെയാ ചവിട്ടുണ്ടെന്നെല്ലാം പാടാം. ഈ ചവിട്ടേണ്ട സാധനം എല്ലാം കുറച്ച് ലോങ് ആയിട്ടാണല്ലേ, മറ്റേതാണെങ്കിൽ ഓർഡർ ആയിട്ടാണല്ലേ. വിചാരിച്ച പോലെ ഒന്നുമില്ല. എല്ലാ സ്ഥലത്തും ഉള്ളോണ്ട് എന്റെ ഏട്ട് ഒരു കൺഫ്യൂഷൻ ആവും. അതെല്ലാം ഉള്ളോണ്ട് ഏറെ പറിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കയറുന്നത്. കയറിയിട്ട് അങ്ങ് ഫിനിഷ് ലൈനിൽ എത്തണമെന്നുണ്ട്. പക്ഷെ ഫിനിഷ് ലൈനിൽ എത്താൻ പോകുമ്പോ സ്ലിപ്പ് പോലെ ആയാണ്ട് പോയിട്ടുണ്ട്. ഗൈസ് എന്റെ ആട്ട ഊരുന്നുണ്ടില്ലേ? ഞാൻ പിന്നെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സാധനത്ത് കയറിയിന്. ഇതിൽ ഭയങ്കര ടഫാണ്. ഫസ്റ്റെല്ലാം സിമ്പിള്, പിന്നെ അടുത്ത സെക്കൻഡ് ലെവല് ഇത് നൈറ്റ് കൂടും. നമ്മളൊരു ബിൽഡിങ്ങിൽ നിന്നെല്ലാം താഴോട്ട് നോക്കുന്ന നൈറ്റുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നൂല, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റത്തെ എൻ്റെ കാലിലെല്ലാം കുടുകുട് വെറുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സീരിയസ് ആയിരുന്നു. വീണാൽ സേഫ്റ്റിയെല്ലാം ഉണ്ട്, അവിടെ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും മണ്ടത്തരം പറയും. അവർക്ക് പണിയാനെ കിച്ച് കിച്ച് കാറ്റല്ല പറയുന്നു. ഗായ്സ് കേറി പോകുന്നുണ്ട്. കിച്ച് കിച്ച് വന്നാൽ വിസ് ഗുളിക കഴിക്കൂ, കിച്ച് കിച്ച് അകറ്റൂ. ഇതാണ് ഇവന്റെ പൊട്ടത്തരം. അങ്ങനെ പോകുന്നുണ്ട്. അടുത്ത സ്ലൈഡിലായിരിക്കാന്ന്. സ്ലൈഡ് പോലത്തെ ഒരു സാധനത്തിൽ നടന്നു പോകുന്നത്. പാലാണ്, പാലം പൊട്ടിയിടും. ആനവട്ടത്തിലെ പോലെ. അത് ഭയങ്കര സിമ്പിൾ, അത് വലിയ പണമൊന്നുമില്ല. നിലത്ത് നോക്കുമ്പോ പോയിരുന്നു. അതാണ് ഞാനങ്ങ് കണ്ണൂട്ടാണ്. ഇവളൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ധീരനായ വ്യക്തിയാണ്. ധീരനായിട്ട് അച്ഛനെ കാണുന്ന പേടിക്കുന്ന തൊണ്ടനായ അതെന്ത് പരിപാടിയാ പോണേ. പിന്നെ ഇവള് കാണുമ്പോ ഓടി കണ്ട മയ്യടങ്ങി ഓടും. ബ്രോ എന്നല്ല പറയുന്നത്. ആ സാധനമില്ല, അതില് ഒറ്റ റോപ്പ് ഉണ്ടാവും. ആ റോപ്പ് അതിലൊരു കമ്പിന്റെ ഒരു വട്ടുണ്ട്, അത് ചവിട്ടി പോണം. അതില് കാലിലാണ്, അതിന്റെ ഉള്ളിൽ കാലിന്റെ ഉള്ളു കണ്ട ഈ വട്ടത്തിന്റെ ഉള്ളിൽ കാലിടണോ, എന്നിട്ട് അങ്ങ് കയറിക്കോ പോകണം. ഗൈസ് ഇത് മേലെ മേലെ പോകുന്നുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് ലെവലാണ് ഗൈസ്. ഗൈസ് ഏച്ചിയും അമ്മയല്ലോ വേറൊരു സ്ഥലത്ത് കയറിയോണ്ട് ടിക്കറ്റ് ഇടാന്ന് ഞാൻ എന്തോ ഉണ്ടല്ലോ. ആണെന്ന് ഞാൻ എന്തെല്ലോ കളിച്ച്. വേറെ അതെൻ്റെ ഏട്ടൻ്റെ തളത്തീരത്തെ കളിയാണ്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ കളിയാന്ന്. ഏറ്റവും ടഫ് റോളർ കോസ്റ്ററിലാണ് എൻ്റെ ഏച്ചിയും അമ്മയെല്ലാം കയറിയത്. ഇതാണ് പൊട്ടത്തിന്റെ കാര്യമാക്കണ്ട. ഇതില്ലേ ഗൈസ്, ഇവൻ പറയുന്ന പുറത്തിട്ട് ഞാനില്ലേ ഒരു സ്ഥാനത്ത് കയറിയിട്ട് കുതിരേനെ പുറത്ത് കയറുന്ന പോലെ കയറി അങ്ങ് ഇരുന്നു. പ്രിൻസസിന്റെ കൊട്ടാരത്തിലാണ് ഇരുന്നത്. അതുകൊണ്ട് ഇതാണ് മേലത്തെ അഡ്വഞ്ചർ. ഗൈസ് ഇത് കണ്ടില്ലേ നിങ്ങള്? ആംബുലൻസ് എല്ലാം ഉണ്ട് ഗൈസ്. അവിടെ കണ്ട എൻ്റെ ചേട്ടൻ കളിച്ചതാണ്. ഇതിൽ എത്ര പോയിന്റ് കിട്ടുമോ അതിൽ അത്രയും ടിക്കറ്റ് കിട്ടും. ഒരു റൂം പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബോൾസ് പോകും. നമ്മളെ ബോൾസ് കളക്ട് ചെയ്തിട്ട് ഹോളിലിടണോ, അന്നേരം നമുക്ക് ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേറെ. ഇതെന്റെ ഡാൻസ് ആണ്. ഇതൊരു പൊട്ട ഡാൻസ് ആണ്, ആരും മൈൻഡ് ആക്കണ്ട. എല്ലാം മിലാട്ടി ഡാൻസ് ആണ് ഗൈസ് ഞാൻ കളിക്കുന്നത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടും. ഈ പൊട്ടൻ എന്തെന്നാടേ പറയുന്നത്? ഇതെന്റെ കറങ്ങി നടക്കലിലെ ഡാൻസ് ആണ്.